നിന്റെ ജാതിയോ നിന്റെ മതമോ നിന്റെ തൊലിപ്പുറത്തെ കളറേതെന്ന് നോക്കിയ ഒരു പക്ഷെങ്കിൽ നീ തള്ളപ്പെട്ടു പോയനെ കേട്ടോ. ഒരു പക്ഷെങ്കിൽ നിന്നോട് സാമ്പത്തികം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നീ കൈവിടപ്പെട്ടു പോയേനെ. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുക, നമ്മുടെ കളർ നോക്കാതെ, കുടുംബ മഹിമ നോക്കാതെ, നമ്മുടെ ശ്രേഷ്ഠത നോക്കാതെ, നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ അവൻ നമ്മളെ സ്നേഹിച്ചു. എന്തിനാണെന്നറിയാമോ? നമ്മളാരും കൈവിടപ്പെട്ടു പോകരുത്. അവൻ ഇരിക്കുന്ന ഇടത്ത് എന്നെയും നിങ്ങളെയും ഇരുത്തേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു കേട്ടോ. കാട്ടൊലിവായിരുന്ന നമ്മളെ അത് വെട്ടിയെടുത്തു കൊണ്ടുവന്ന് നാട്ടൊലിവോട് ചേർത്ത് നിർത്തി സഭയാകുന്ന തോട്ടത്തിൽ നമ്മളെ നട്ടു.